ന്യൂ ഇയർ ആയിട്ട് അവിടെ എന്തൊക്കെയാ പരിപാടികൾ? ഞാൻ ഇവിടെ രാത്രി പള്ളിയിലൊക്കെ പോയതിന് ശേഷം വന്ന് കിടന്നുറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് നേരം വൈകിട്ടാണ് എണീറ്റത്. 10 മണിയൊക്കെ ആയിട്ടോ തല പൊന്താനായിട്ട്. അപ്പം എന്നാലും ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഈ ഒരു ന്യൂ ഇയറിൽ എന്തായാലും വീഡിയോ എടുത്തിരിക്കണം എന്ന്. എല്ലാവരുടെയും 2025 എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഭയങ്കര അടിപൊളി വർഷമൊന്നും ആയിരുന്നില്ല കേട്ടോ. ഒരുപാട് വിഷമങ്ങളും ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വർഷം തന്നെയായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ലൈഫിൽ അത്ര വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഓരോ വർഷം കടന്നു പോകുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും നല്ല നല്ല കാര്യങ്ങളും നടക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് സന്തോഷത്തെക്കാളും ഈ പറയുന്ന നല്ല അനുഭവങ്ങളെക്കാളും നമ്മൾ ആലോചിക്കുന്നതെല്ലാം നമുക്ക് വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും കടന്നുപോയ ആളുകളും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത പല ദുരന്ത അനുഭവങ്ങളായിരിക്കും കേട്ടോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞ വർഷത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതും ഓർത്ത് വിഷമിക്കുന്നതും നമുക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങൾ ആലോചിച്ചും നമുക്ക് പറ്റിയ ദുരന്ത അനുഭവങ്ങളെ പറ്റിയിട്ട് തന്നെയായിരിക്കും. ആ ഒരു അനുഭവങ്ങളെ ബേസിസ് തന്നെയായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യുന്നതും ആ വർഷത്തെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞേ. ഇനി നമ്മൾക്ക് വരാൻ വേണ്ടി പോകുന്ന ഈ ഒരു പുതിയൊരു വർഷത്തിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും എത്രയൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും നമ്മുടെ ലൈഫിൽ എത്രയൊക്കെ ആളുകൾ വന്നു പോയാലും സൈക്കിളിന്റെ പെടലിൽ മുന്നോട്ട് ചവിട്ടുന്ന പോലെ തന്നെ നമ്മളും മുന്നോട്ട് തന്നെ പോകും കേട്ടോ. ഓരോ ആളുകളും നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോഴും പോകുമ്പോഴും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് മെമ്മറീസും അവർ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ പോകാറ്. ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ട് തന്നെ പോകാറ്. അങ്ങനെ അവർ പഠിപ്പിച്ചിട്ട് പോയ ഓരോ പാഠങ്ങളിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് നോക്കി ചുമ്മാ നോക്കുന്നേ. അടുത്ത കൊല്ലം 2027 വരുമ്പോഴത്തേനും ഇപ്പം നമ്മൾ വിഷമിച്ച എല്ലാ വിഷമങ്ങളും മൊത്തത്തിൽ മാറ്റാൻ പറ്റിയില്ലെങ്കിലും അതിലൊരു ഇച്ചിരിയെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 2026 ന്യൂ ഇയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ആരുടെ കൂടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കോമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കും കേട്ടോ. ഇനി എന്തായാലും വേറൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ സ്റ്റിൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ലവ് യു ഓൾ. ബൈ.